ഹ്രീംകാര ദുഗ്ധാബ്ദിസുധ എന്നുള്ളതാണ് അടുത്ത മന്ത്രം. ദുഗ്ധം എന്ന് വെച്ചാൽ പാല്, അബ്ധി എന്ന് വെച്ചാൽ കടൽ. ഹ്രീംകാരമാകുന്ന പാലാഴിയിൽ സുധ, അമൃതാണ് ദേവി. നമുക്കെല്ലാവർക്കും അറിയുന്ന സുപ്രസിദ്ധമായ കഥയാണ് പാലാഴി മഥനം. പാലാഴിയിൽ അത്യപൂർവമായ വസ്തുക്കൾ ഉണ്ടെന്ന് മനസ്സിലാക്കി മന്ധരപർവ്വതം അതിൽ വെച്ച് ദേവന്മാർ കടയാൻ ശ്രമിച്ചു. അവർക്ക് മാത്രം സാധിക്കില്ല എന്നുള്ളതുകൊണ്ട് അസുരശക്തികളും അതിൽ കൂടെ ചേർന്നു. അവർക്കും ഭാഗം കൊടുക്കാമെന്ന് പറഞ്ഞ് പാലാഴി മഥനം ഉണ്ടായി. അതിൽ നിന്നും കൗസ്തുഭം മുതലായ അത്യപൂർവമായ വസ്തുക്കളുണ്ടായി. അതിൻ്റെ ഏറ്റവും പരമമായ അതിൽ കിട്ടിയ ഏറ്റവും വലിയ വസ്തു അതിൻ്റെ അമൃതാണ്. അമൃത് ഭുജിക്കുന്നവർക്ക് ജന്മമൃത്യു ജരാ വ്യാധി ഭയങ്ങളൊന്നുമില്ല. അവർ അമരന്മാരാണ്. അവർക്ക് വീണ്ടും ജനിച്ച് വീണ്ടും മരിക്കുക എന്നുള്ള ബുദ്ധിമുട്ടുകളൊന്നുമില്ല എന്നുള്ളത് മനസ്സിലാക്കി. അപ്പോൾ പാലാഴി മഥനത്തിൻ്റെ ഏറ്റവും ഐരാവതം, ഉച്ചൈസ്രവസം അങ്ങനെയുള്ള അനേക വസ്തുക്കൾ ഉണ്ടായെങ്കിലും അതിൻ്റെ ഏറ്റവും പ്രധാനം അതിൻ്റെ അമൃതാണ്. അതുകൊണ്ട് ഹ്രീംകാര സാധന അല്ലെങ്കിൽ മന്ത്രോപാസന എന്നുള്ളതിനെ പാലാഴി മഥനമായിട്ടും, മഥനം എന്നുള്ളത് ആ തപസ്സിനെ സൂചിപ്പിക്കുന്നതാണ്. അത് മനസ്സിലുള്ള രാഗദ്വേഷങ്ങളെയൊക്കെ കാമക്രോധ ലോഭ മത മാത്സര്യാദി രജോഗുണ തമോഗുണ വൃത്തികളെയൊക്കെ നമ്മൾ മനസ്സിലാക്കി അതിനെ അതിജീവിച്ച് ശുദ്ധ സത്വമുള്ളവരായിട്ട്, ചിത്തശുദ്ധിയുള്ളവരായിട്ട് മാറുമ്പോഴാണ് അമൃത് നമുക്ക് കിട്ടുന്നത്. പാലാഴി മഥനം കൊണ്ട് കിട്ടുന്ന ഫലം അമൃതാണ്. അത് ജനന മരണങ്ങളെ ഇല്ലാണ്ടാക്കുന്നതാണ്, മോക്ഷമാണ്. ജീവിക്കുമ്പോൾ തന്നെ നമുക്കത് മുക്തിയെ തരുന്നു. അതിന് ജീവൻ മുക്തി എന്നുള്ളതാണ് പറയുന്നത്. അതാണ് ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യം. അതാണ് പരമേശ്വരി ദേവിയെ സാക്ഷാത്കരിക്കലാണ് ജീവിതത്തിൻ്റെ ഏറ്റവും ആത്യന്തികമായ ലക്ഷ്യം എന്നൊക്കെ ഈ മന്ത്രങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു. ഹ്രീംകാരി ഹ്രീമതി ഹൃദ്യ എന്നുള്ളതാണ് ലളിതാ സഹസ്രനാമത്തിൽ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രകരണം അല്ലെങ്കിൽ തലക്കെട്ട്. ഹ്രീംകാരി എന്നുള്ള മന്ത്രത്തിൻ്റെ വിശദീകരണം ശ്രീ ലളിതാ ത്രിശതിയിലുള്ള ഉദാഹരണങ്ങളെ കൊണ്ടാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലളിതാ ത്രിശതിയിൽ 60 മന്ത്രങ്ങളിലായിട്ട് ഈ ഹ്രീംകാര മന്ത്രം വിസ്തരിച്ച് പറഞ്ഞിരിക്കുന്നു. അതിൻ്റെ പല മന്ത്രങ്ങൾ നമ്മൾ ഇതേവരെ കണ്ടു. ഇപ്പോൾ കാണാൻ പോകുന്ന മന്ത്രം ഹ്രീംകാര കമലേന്ദിര, ഹ്രീംകാര മണിദീപാർച്ചിഹി എന്നുള്ളവയാണ്. ഹ്രീംകാരമാകുന്ന കമലം അല്ലെങ്കിൽ താമരയിൽ വസിക്കുന്ന ഇന്ദ്രയാണ്, ലക്ഷ്മിയാണ്, മഹാലക്ഷ്മിയാണ് ദേവി. സർവസമ്പത്പ്രദമായ ഒരു പുഷ്പത്തിൻ്റെ പ്രതീകമാണ് താമര. അതിൽ ലക്ഷ്മി നിത്യനിവാസം ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. മഹാലക്ഷ്മി ഐശ്വര്യങ്ങളുടെ പ്രതീകമാണ്. ആ മഹാലക്ഷ്മി താമസിക്കുന്നതാണ് അതിൻ്റെ ഐശ്വര്യം, അതിൻ്റെ നിറവ്, അതിൻ്റെ മികവ്. അതുകൊണ്ട് മഹാലക്ഷ്മി ഇല്ലെങ്കിൽ ആ താമരയ്ക്ക് പൂർണ്ണത്വമില്ല. ആ സാധനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ദേവിയോടുള്ള ഭക്തിയാണ്. ദേവിയാണ് അതിൻ്റെ സാരഭൂതയായിട്ടുള്ളവൾ. അതുകൊണ്ട് ഹ്രീംകാരമാകുന്ന താമരസ പുഷ്പത്തിൻ്റെ മഹാലക്ഷ്മിയാണ് ദേവി എന്നുള്ളതാണ് ഹ്രീംകാര കമലേന്ദിര എന്നുള്ളതിൻ്റെ സാമാന്യമായിട്ടുള്ള അർത്ഥം. ഹ്രീംകാര മണിദീപാർച്ചിഹി എന്നുള്ളതാണ് അടുത്ത മന്ത്രം. ഹ്രീംകാരമാകുന്ന മണിവിളക്കിൻ്റെ പ്രകാശമാണ് ദേവി. രത്നദീപം എന്നുള്ള സങ്കല്പം ഉണ്ട്. അത് ഒരു സാധാരണ ഒരു ദീപമല്ല. അത് ഏറ്റവും ശ്രേഷ്ഠമായ രത്നങ്ങളെ കൊണ്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതാണ്. അതിനെ ഊതിക്കെടുത്താൻ പറ്റില്ല, അതിൽ വെള്ളം ഒഴിച്ച് കെടുത്താൻ പറ്റില്ല. അങ്ങനെ ഒരു സുരക്ഷിതമായ പ്രകാശമാണ്. അതൊരു ജ്യോതിയിൽ നിന്ന് മാത്രം ഉണ്ടാകുന്നതല്ല. ഈ രത്നങ്ങളുടെയും പ്രകാശം കൂടിയിട്ട് അതൊരു പ്രത്യേക പ്രഭയാണ്. അതുകൊണ്ട് ബ്രഹ്മാനന്ദരസം നിറഞ്ഞൊഴുകുന്ന ഒരു പൊരുളാണ് ദേവി.
അതുകൊണ്ട് ദേവിയുടെ പ്രകാശം മറ്റുള്ളവരുടെ പ്രഭയോട് ഉപമിക്കാൻ പറ്റുന്നതല്ല. നമ്മുടെ സാധാരണ ആൾക്കാരെയൊക്കെ നമ്മൾ നോക്കി നിൽക്കാറുണ്ട്. സിനിമാ നടന്മാരെ പോലെയുള്ളവരെയും മറ്റുള്ളവരെയൊക്കെ നമ്മൾ കാണാറുണ്ട്. പ്രത്യേക ആകർഷണം കലാകാരന്മാർക്കൊക്കെ നമ്മൾ കൽപ്പിക്കാറുണ്ട്. ഇവരുടെ പ്രകാശം അല്ലെങ്കിൽ പ്രഭാവം നല്ല പാൽ കുടിക്കുന്നതുകൊണ്ടും എയർ കണ്ടീഷൻ പോലത്തെ മുറികളിലിരിക്കുന്നത് കൊണ്ടും അതുപോലെ രസാദി ധാതുക്കളുടെ പോഷണം കൊണ്ടുമാണ്, പിന്നെ കൂടുതൽ മേക്കപ്പ് ഒക്കെ ചെയ്യുന്നത് കൊണ്ടാണ് അവർക്കത് ഉള്ളത്. പലതരം അണിഞ്ഞൊരുക്കങ്ങളാണ് അവർ ചെയ്യുന്നത്. തലമുടിക്ക് ഒരാൾ, മുഖത്തിന് ഒരാൾ, ഡ്രസ്സിന് വേറെ ആൾ, ഇങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് അവരുടെ ഒരു പ്രഭാവം നമ്മളെ ആകർഷിക്കുന്നത്. അതേസമയം ദേവിയുടെയും മഹാപുരുഷന്മാരുടെയും പ്രകാശം അങ്ങനത്തേതല്ല. അടുത്ത് നിൽക്കുമ്പോഴാണ് സാധാരണ ആൾക്കാരുടെ പ്രകാശം നമ്മൾ അറിയുന്നത്. പക്ഷേ മഹാപുരുഷന്മാരെ ദൂരെ നിന്ന് കാണുമ്പോൾ തന്നെ അവരുടെ പ്രഭാവം നമുക്കത് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഈ മണിദീപം എന്ന് പറയുന്നത് സാധാരണ ദീപത്തിൻ്റെ പ്രകാശമല്ല എന്നാണ് അത് സൂചിപ്പിക്കുന്നത്. ഈ ദേവിയുടെ പ്രകാശം ദേവിയുടെ തൊലിപ്പുറത്തുള്ള പ്രകാശമല്ല, അത് ബ്രഹ്മാനന്ദ രസത്തിൽ നിന്ന് ഉണ്ടാകുന്നതാണ്. മണിദീപത്തിൻ്റെ അർച്ചിസാണ്, അല്ലെങ്കിൽ പ്രകാശരൂപമാണ് ദേവി എന്ന് ദേവിയുടെ പരമാത്മസ്വരൂപത്തെ നമുക്ക് ഈ രണ്ട് മന്ത്രങ്ങളും ബോധിപ്പിക്കുന്നു. ഹ്രീംകാര തരുശാരിക എന്നുള്ളതാണ് അടുത്ത മന്ത്രം. ഹ്രീംകാരമാകുന്ന തരുവിങ്കലുള്ള ശാരികയാണ്, കിളിയാണ്, പൈങ്കിളിയാണ് ദേവി എന്നാണ് അതിൻ്റെ സാമാന്യമായിട്ടുള്ള അർത്ഥം. താരണാത് തരുഹു എന്നാണ് തരുവിൻ്റെ ലക്ഷണം. ഒരു വലിയ വൃക്ഷം, അതിൻ്റെ ഫലങ്ങളെ പറിക്കാൻ ആ മരം തന്നെയാണ് നമുക്ക് ആധാരം. അതിൽ കയറിയിട്ടാണ് നമ്മൾ അതിൻ്റെ ഫലങ്ങളെ പറിക്കുന്നത്. അതിലൊരു തത്തയുണ്ട്. ആ തത്തയാണ് ദേവി. ഹ്രീംകാരമാകുന്ന തരുവിങ്കൽ താമസിക്കുന്ന ഒരു തത്തയാണ് ദേവി എന്നാണ് ഈ മന്ത്രത്തിൻ്റെ അർത്ഥം. ഭാഗവതത്തിൽ ഇങ്ങനെ പറയുന്നു: നിഗമകൽപ്പതരോർ ഗളിതം ഫലം ശുകമുഖാദ് അമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാഹ ഭുവി ഭാവുകാഹ. ഈ രസികന്മാരാണ് ഭുവിയിൽ ഭാഗ്യം ചെയ്തവർ. ആരാണെന്ന് ചോദിച്ചാൽ, നിഗമകൽപ്പതരോർ, നിഗമമാകുന്ന വേദാന്തങ്ങളാകുന്ന അതിൻ്റെ ആ മരം, ആ കൽപ്പക വൃക്ഷത്തിൻ്റെ, ആ തരുവിൻ്റെ, അതിൽ നിന്നും ഒരു പഴം വീണു അത്രേ. ആ പഴം പഴുത്തിട്ടങ്ങ് വീണതല്ല, അത് കിളി കൊത്തിയ പഴമാണ്. കിളി കൊത്തിയ പഴത്തിന് നിർവിഷത്വം, സ്വാദ് കൂടുതൽ എന്നുള്ളതൊക്കെ നമുക്ക് ഊഹിക്കാം. അത് സാധാരണ കിളി കൊത്തിയതല്ല. ജീവൻ മുക്തന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠനായ ശ്രീശുകൻ കൊത്തിയ പഴമാണത്. അത് വെറും വൃക്ഷമല്ല, ആഗമ നിഗമാദികളിൽ നിന്നും ഉരുവെടുത്ത ഭാഗവതമാണ് ആ വൃക്ഷം. അതിലൊരു പഴമുണ്ടായി. അതിനെ ജീവൻ മുക്തനായ ശ്രീശുകൻ കൊത്തി, അത് താഴെ വീണു. അതിനെ ധാരാളം കുടിക്കുക, അതിനെ കുറച്ച് കട്ട് ചെയ്ത് കഴിക്കാനല്ല പറയുന്നത്, പിബത്ത എന്നാണ് പറയുന്നത്. പിബരേ രാമരസം എന്ന് പറഞ്ഞ മാതിരി അതിനെ ധാരാളം കുടിക്കാൻ പറയുന്നു. നമ്മൾ ചില വസ്തുക്കളൊക്കെ കഴിച്ചാൽ അത് നമുക്ക് ദഹനക്കേടുണ്ടാക്കും. ആദ്യത്തെ ദോശ കഴിക്കുമ്പോൾ സന്തോഷം, ആറാമത്തെ ദോശ ഏറ്റവും ദുഃഖകരം, അത് കഴിക്കാൻ പറ്റില്ല നമുക്ക്. അതുപോലെ അല്ല ഇത് ശരീരത്തിലേക്ക് പോകുന്ന വസ്തുവല്ല, നമ്മുടെ മനസ്സിൽ നിന്നും ആത്മാവിലേക്ക് പോകുന്ന വസ്തുവാണ്. അതുകൊണ്ട് രസമാലയം, രസം നിറഞ്ഞതാണ്, കുറഞ്ഞതല്ലെന്നർത്ഥം. എത്ര വേണമെങ്കിൽ കഴിക്കാമെന്നർത്ഥം. ചില വസ്തുക്കൾ പല്ലുള്ളവർക്ക് മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ. മുറുക്ക് പോലത്തെ സാധനങ്ങൾ വയസ്സായവർക്ക് കഴിക്കാൻ പറ്റില്ല. ഇത് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. രസമാലയം ദ്രവമാണ്, ആർക്കും കഴിക്കാം, പല്ലില്ലാത്തവർക്കും കഴിക്കാം. ദഹനശക്തി വേണമെന്നില്ല, ഏത് പ്രായത്തിലും കഴിക്കാം. ചെറിയ കുട്ടിക്ക് കഴിക്കാം, വലിയ കുട്ടിക്ക് കഴിക്കാം. ശ്രീകൃഷ്ണനാമം 25 വയസ്സായ നല്ല സംഗീതാഭ്യാസമുള്ളവർ മാത്രമേ ചൊല്ലാൻ പാടുള്ളൂന്നില്ല. പല്ലില്ലാത്തവർ കൃഷ്ണാന്ന് ചൊല്ലിയാലും അത് മധുരം നിറഞ്ഞതാണ്. അതുകൊണ്ട് പിബത്ത എന്നാണ് പറയുന്നത്. രസമാലയം, രസം നിറഞ്ഞ ഈ പഴത്തെ ഇഷ്ടം പോലെ ഭുജിച്ചു കൊള്ളുവിൻ.
അങ്ങനെ ഭുജിക്കുന്നവരാണ് ഭവി ഭാവുകാഹ, അവർ ഭാവുകന്മാരാണ്, അവർ ഭാഗ്യം ചെയ്തവരാണ് എന്ന് പറയുന്നു. ഒരു ഹ്രീങ്കാരം എന്നുള്ളതൊരു ഉദാഹരണം മാത്രം. ഏത് മന്ത്രത്തിൻ്റെയും ഒരു തരുവിനോട് ഉപമിച്ചാൽ അതിൽ വസിക്കുന്ന കിളിയാണ് ദേവി എന്ന് ഹ്രീംകാര തരുശാരിക എന്ന് ധാരാളം നമ്മൾ ഇഷ്ടത്തോടു കൂടി നാമഭജനം ചെയ്യണം, നാമരസാമൃതം ഭുജിക്കണം, കഴിക്കണം, കുടിക്കണം, അതിൽ മഗ്നരാകണം എന്ന് ഈ മന്ത്രം നമ്മളെ ദ്യോതിപ്പിക്കുന്നു. ഇനിയും ദേവിയുടെ മഹാത്മ്യം, ദേവിയുടെ വൈഭവം നമുക്ക് പിന്നെയുള്ള ഭാഗങ്ങളിൽ കേൾക്കാം.